നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ഇന്ന് കോടതി വിധി പറയും. നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിലെ ചെന്താമരയാണ് കേസിലെ പ്രതി. നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി 1.5 വർഷം കഴിയുമ്പോഴാണ് കോടതി വിധി പറയുന്നത്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത്. മലമ്പുഴ ജയിലിൽ കഴിയുന്ന ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച രക്ഷാപ്രവർത്തന കേസിൽ DGP റവാഡ ചന്ദ്രശേഖർ ഇന്ന് സർക്കാരിന് ശുപാർശ സമർപ്പിച്ചേക്കും. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ADGP MR അജിത് കുമാറിനെതിരായ SIT റിപ്പോർട്ടിന്മേലാണ് DGP ശുപാർശ സമർപ്പിക്കുക. MR അജിത് കുമാറിന്റെ വിശദീകരണവും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. S ഷൌക്കത്ത് അലി നേതൃത്വത്തിലുള്ള SIT റിപ്പോർട്ട് സമർപ്പിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് DGP റിപ്പോർട്ട് നൽകുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി സാവരിയ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളെ വിഷയം ഗൗരവമായി കണക്കിലെടുത്താണ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. സംഭവത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങളും അന്വേഷണ പുരോഗതിയും വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. വിദേശകാര്യ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കാനും കേസിന്റെ സുഗമമായ നടത്തിപ്പും നീതിയും ഉറപ്പാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ എംബസിക്കും വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുടുംബ വഴക്കിനെ തുടർന്ന് ആലപ്പുഴയിൽ യുവാവിനെ കുത്തിക്കൊന്നു. കാഞ്ഞിരംചിറ പുന്നക്കൽ വീട്ടിൽ മനീഷാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 5:30 മംഗലത്തുള്ള മനീഷിന്റെ വാടക വീട്ടിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് മനീഷിന്റെ ബന്ധുവായ റോബിനെ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട മനീഷും പ്രതി റോബിനും സഹോദരിമാരുടെ മക്കളാണ്. റോബിന്റെ ഭാര്യയും മനീഷും തമ്മിൽ അടുപ്പമുണ്ടെന്ന സംശയമാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. റോബിന്റെ ഭാര്യ മനീഷിന്റെ വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായതെന്ന് പോലീസ് അറിയിച്ചു. കത്തിക്കുത്തിനിടെ റോബിന്റെ ഭാര്യയ്ക്കും നേരിയ പരിക്ക്. ഗുരുതരമായ പരിക്കേറ്റ മനീഷിനെ നാട്ടുകാർ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അരൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. വയനാട് മേപ്പാടി കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നിർമ്മാണ കമ്പനി നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. ദുരന്തത്തിൽ മരണപ്പെട്ട 7 പേരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതവും കരാർ തൊഴിലാളികളായ അൽമോന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും അടിയന്തര സഹായമായി കമ്പനി നൽകും. അപകടത്തിൽ പരിക്കേറ്റ 9 പേരിൽ 6 പേർക്ക് 2.5 ലക്ഷം രൂപ വീതം സാമ്പത്തിക സഹായം കൈമാറും. നിലവിൽ തീവ്രപരിചരണത്തിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന മറ്റു 3 പേർക്ക് 2.5 ലക്ഷത്തിന് കൂടുതൽ തുക നൽകാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ കാണാതായ 8 പേരുടെയും മൃതദേഹം കണ്ടെത്തി. ഇന്നലത്തെ തെരച്ചിലിലാണ് ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം കള്ളാടിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഇപ്പോഴും ഭീഷണിയാണ്. ഇത് നീക്കുന്നതിനായി രൂപീകരിച്ച വിദഗ്ധ സമിതി ഉടൻ സ്ഥലത്തെത്തും. ഇത്രയും മണ്ണു മാറ്റാൻ സ്ഥലം കണ്ടെത്തുന്നതും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പുഴയിൽ നിറഞ്ഞ ഇരുമ്പുകളും കല്ലും മണ്ണും ഉടനെ മാറ്റാനാണ് നീക്കം. പ്രധാനമന്ത്രിക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ മലപ്പുറം സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സൈബർ പെട്രോളിംഗിനിടെയാണ് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും തുടർന്ന് ഇത് ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തതായും പോലീസ് അറിയിച്ചു. പോസ്റ്റിന്റെ താഴെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രകോപനപരമായ കമന്റുകൾ ഇട്ടവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും അവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായതോടെ വരും ദിവസങ്ങളിൽ നേരിയ മഴയ്ക്ക് മാത്രം സാധ്യത. ഇതോടെ മത്സ്യബന്ധന വിലക്കുകൾ പിൻവലിച്ചു. ഇത്തവണ കാലവർഷം ആരംഭിച്ച ശേഷം തുടർച്ചയായി കനത്ത മഴ ഒരു ജില്ലയിലും ലഭിച്ചിരുന്നില്ല. ഇടവേളകളോടെയായിരുന്നു മഴ. സംസ്ഥാനത്ത് മഴ ലഭ്യതയിൽ ജൂൺ 1 മുതൽ ഇന്നലെ വരെ 28% കുറവാണുള്ളത്. ചിക്കനും മീനിനും വില പറപറക്കുന്നു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനമുള്ളതിനാലാണ് മീനിന് വില കൂടിയതെങ്കിൽ കോഴിത്തീറ്റയുടെ വില വർധനവ് കാരണം ചെറുകിട ഫാമുകൾ പലതും അടച്ചിട്ടതാണ് ചിക്കൻ വില കൂടാൻ കാരണമായി പറയപ്പെടുന്നത്. 6 മാസം മുമ്പ് 50 കിലോ തീറ്റപ്പാക്കിന് 1500 രൂപ വിലയുണ്ടായിരുന്നത് ഇപ്പോൾ 2500 രൂപയായി. ഇതോടെ കോഴി വളർത്തൽ ലാഭകരമല്ലാതായതാണ് ചെറുകിട ഫാമുകൾ അടച്ചിടാൻ കാരണം. ഇറച്ചിക്കോഴി വില ഒരാഴ്ചക്കിടെ കൂടിയത് 40 രൂപ. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ കോഴിവില കുറയുകയാണ് പതിവ്. കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴികൾ എത്താത്തതും തിരിച്ചടിയായെന്ന് വ്യാപാരികൾ പറയുന്നു.
വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടാനാണ് സാധ്യതയെന്നും കച്ചവടക്കാർ പറയുന്നു. വില ഉയർന്നതോടെ പലയിടത്തും കച്ചവടം ഗണ്യമായി കുറഞ്ഞു. കോഴിക്കോട് KSRTC ബസ്സിൽ കണ്ടക്ടറെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ കേസിലെ പ്രതി 36 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. മലപ്പുറം സ്വദേശി VK ജോസഫാണ് പിടിയിലായത്. മൈസൂരിൽ വെച്ചാണ് ഇയാളെ തിരുവമ്പാടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 1996 തിരുവമ്പാടിയിൽ നിന്ന് പുറപ്പെട്ട ബസ് യാത്ര അവസാനിപ്പിക്കാനിരിക്കുന്ന സമയത്ത് ജോസഫ് തോക്കുചൂണ്ടി പരിഭ്രാന്തി പരത്തി കണ്ടക്ടറിൽ നിന്ന് പണം കവർന്നത്. അന്ന് രക്ഷപ്പെട്ട പ്രതിയെ പിടിക്കാൻ പല ശ്രമങ്ങളും നടന്നെങ്കിലും ഫലം കണ്ടില്ല. ജോസഫ് മൈസൂരിലേക്കാണ് പോയത്. അവിടെ ശിവകുമാർ എന്ന പേരിൽ പെയിന്റിംഗ് ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു ഇയാൾ. ഇതിനിടെ ഇയാൾ വിവാഹം കഴിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഭാര്യയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഭാര്യ പോലീസിനെ വിളിക്കുകയും നരസിംഹരാജ പോലീസ് സ്ഥലത്തെത്തുകയും അവിടുത്തെ പോലീസ് നടത്തിയ തെരച്ചിലിൽ തോക്ക് കണ്ടെടുക്കുകയും ഇയാൾ കേരളത്തിൽ നിന്ന് വന്നയാളാണെന്ന് പോലീസ് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് മൈസൂരുവിലെ പോലീസ് കേരള പോലീസിനെ ബന്ധപ്പെടുകയും 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം പ്രതി പിടിയിലാവുകയുമായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ മികച്ച മുന്നേറ്റവുമായി മലയാള സിനിമ. ഈ വർഷത്തെ ആദ്യ 5 മാസം മലയാളത്തിന്റെ വിഹിതം 10%-ലേറെയാണ്. മുൻ വർഷങ്ങളിൽ 10-ൽ താഴെയായിരുന്നു. 43%-വുമായി ഹിന്ദി സിനിമ 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 17%-വുമായി തെലുങ്ക് സിനിമ 2-ാം സ്ഥാനത്തും 13%-വുമായി തമിഴ് സിനിമ 3-ാം സ്ഥാനത്തുമുണ്ട്. 5 മാസത്തിനിടെ 1277 കോടിയുമായി ഹിന്ദി സിനിമ ദുരന്തറാണ് കളക്ഷനിൽ 1-ാമത്. 141 കോടിയുമായി വാഴ 2 7-ാമതും 133 കോടിയുമായി ദൃശ്യം 3 8-ാമതുമാണ്. പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നവർ തങ്ങളുടെ മാതാപിതാക്കളുടെ കഴിഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിവിഷൻ SIR വിവരങ്ങൾ ഇനി മുതൽ നിർബന്ധമായും നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഓൺലൈനായി വോട്ടർ രജിസ്ട്രേഷൻ നടത്തുന്നവർക്കാണ് ഈ പ്രഖ്യാപനം നിർബന്ധമാക്കിയിരിക്കുന്നത്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്കും പുതുതായി വോട്ടവകാശം ലഭിച്ചവർക്കും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടവർക്കും വീണ്ടും പേര് ചേർക്കാനായി ഉപയോഗിക്കുന്ന നിയമപരമായ ഫോം 6-ലാണ് ഈ പുതിയ നിബന്ധന ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോം 6 പൂരിപ്പിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ നൽകാതെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയില്ല. മാതാപിതാക്കളുടെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതിലൂടെ കൃത്യമായി വോട്ടർമാരെ മാപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനു പുറമെ പുതിയ വോട്ടർമാർക്ക് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളുടെ എണ്ണം കുറയ്ക്കാനും ഇത് സഹായകമാകും. ഖത്തറിന്റെ മുൻ അമീറും രാജ്യത്തിന്റെ വികസനത്തിന് നിർണായക നേതൃത്വം നൽകിയ നേതാവുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി തിങ്കളാഴ്ച രാജ്യത്ത് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ സന്ദേശവുമായി ആസാം സർക്കാർ. സംസ്ഥാനത്തുടനീളം വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത 472 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുകൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ റോഡ് റോളർ ഉപയോഗിച്ചും ഉയർന്ന താപനിലയുള്ള ഇൻസിനേറ്ററിൽ കത്തിച്ചും നശിപ്പിച്ചു. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നേരിട്ട് പങ്കെടുത്ത ചടങ്ങിലായിരുന്നു ലഹരി വസ്തുക്കളുടെ നശീകരണം. നശിപ്പിച്ച ലഹരി വസ്തുക്കളിൽ 39.068 കിലോഗ്രാം മോർഫിൻ, 79.770 കിലോഗ്രാം കറുപ്പ്, 58.877 കിലോഗ്രാം ഹെറോയിൻ, 0.047 കിലോഗ്രാം കൊക്കെയിൻ, 19.02 ലക്ഷം യാബ ഗുളികകൾ, 2.29 ലക്ഷം കുപ്പി കഫ് സിറപ്പ്, 37,796 കിലോഗ്രാം കഞ്ചാവ്, 9.49 കിലോഗ്രാം പോപ്പി സ്ട്രോ എന്നിവ ഉൾപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിൽ മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയതിനെ തുടർന്ന് 500 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പുരാതന വിഗ്രഹം കണ്ടെടുത്തു. പുരാവസ്തു ഗവേഷകർ ഇപ്പോൾ അതിന്റെ പ്രായം, ഉത്ഭവം, ചരിത്രപരമായ പ്രാധാന്യം എന്നിവ നിർണ്ണയിക്കാൻ പുരാവസ്തു പരിശോധിക്കുകയാണ്. പുതുച്ചേരിയിലെ കാരക്കലിൽ നിന്നുള്ള 16 മത്സ്യത്തൊഴിലാളികൾ ജൂലൈ 2-ന് മത്സ്യബന്ധന യാത്രയ്ക്കായി ഫിഷിംഗ് ഹാർബറിൽ നിന്ന് പുറപ്പെട്ടു. ജൂലൈ 10-ന് മഹാബലിപുരം തീരത്ത് മീൻ പിടിക്കുന്നതിനിടെ വലയിൽ ഒരു ഭാരമുള്ള വസ്തു കുടുങ്ങിയത് അവർ ശ്രദ്ധിച്ചു. ഇത് വീണ്ടെടുത്തപ്പോൾ ഇതൊരു പുരാതന വിഗ്രഹമാണെന്ന് അവർ കണ്ടെത്തി. വിഗ്രഹത്തിന് 500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നും തമിഴ്നാട്ടിൽ നിന്നാണ് ഉദ്ഭവിച്ചതെന്നും പ്രാഥമിക അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനെ തുടർന്ന് വിഗ്രഹം ബംഗാൾ ഉൾക്കടലിൽ എങ്ങനെ എത്തിയെന്നറിയാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശ്രീലങ്കൻ കള്ളക്കടത്ത് ബന്ധത്തിന്റെ സാധ്യതയും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. വിഗ്രഹം അലങ്കരിച്ച കിരീടം, വിപുലമായ ആഭരണങ്ങൾ, സങ്കീർണമായ വസ്ത്രങ്ങൾ എന്നിവ ധരിച്ചു നിൽക്കുന്ന ഒരു ഹിന്ദു ദേവനെ ചിത്രീകരിക്കുന്നു. അനുഗ്രഹത്തിന്റെ ഒരു ആംഗ്യമായ ഒരു കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രൂപവും മറുവശത്ത് ഒരു ആചാരപരമായ വസ്തുവും പശ്ചാത്തലത്തിൽ സമൃദ്ധമായി അലങ്കരിച്ച ഒരു പ്രഭാവലി അലങ്കാര കമാനം ഉള്ളതുമാണ് ഈ പ്രതിമ. സങ്കീർണമായ പുഷ്പജ്യാമിതീയ രൂപങ്ങൾ ഉൾക്കൊള്ളുന്ന കരകൗശല വൈദഗ്ധ്യം മധ്യകാല ഇന്ത്യയിലെ സങ്കീർണമായ ക്ഷേത്രശില്പ പാരമ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ളാറ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കാമുകിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതായി പോലീസ് പറഞ്ഞു. പോലീസ് പറയുന്നതനുസരിച്ച് നിരവധി തവണ വിളിച്ചിട്ടും മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന്
കുടുംബം സെക്ടർ 56 പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. ഉത്തർപ്രദേശിലെ സീതാപൂർ സ്വദേശിയായ ഇഷാര അയൂബി ഗുരുഗ്രാമിലെ സെക്ടർ 55 വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഉദ്യോഗസ്ഥരെത്തി ഫ്ളാറ്റിന്റെ വാതിൽ ബലമായി തുറന്നപ്പോൾ ഇഷാര രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അന്വേഷണത്തിനിടെ ഇരയുടെ സുഹൃത്തും ഛത്തീസ്ഗഡിലെ ഭിലായിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ ശ്രേഷ്ഠ് മാലിക് ആണ് ഇവരുടെ ഫ്ളാറ്റ് സന്ദർശിച്ചതായി പോലീസിന് മനസ്സിലായി. പോലീസ് അയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കെ ഗാർഹി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ ഒരു പുരുഷന്റെ മൃതദേഹം 2 കഷ്ണങ്ങളായി കിടക്കുന്നതായി വിവരം ലഭിച്ചു. ഇയാളിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് ഇര മാലിക് ആണെന്ന് തിരിച്ചറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലെ ബാറിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. 22 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും അധികൃതർ അറിയിച്ചു. സംഭവസ്ഥലം സന്ദർശിച്ച തായ്ലാൻഡ് പ്രധാനമന്ത്രി 27 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും മറ്റുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും പറഞ്ഞു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാങ്കോക്ക് മെട്രോപൊളിറ്റൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് സംഭവത്തിൽ ആകെ 63 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് സൂചന. ഇതിൽ 22 പേരാണ് അതീവ ഗുരുതരാവസ്ഥയിലുള്ളത്. പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിന് പ്രതികാരമായി ലക്ഷ്യമിടാനുള്ള ലോക നേതാക്കളുടെ പേര് പ്രസിദ്ധീകരിച്ച് ഇറാനിയൻ ദിനപത്രമായ ഹംഷാറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർത്തസ് എന്നിവരുൾപ്പെടെ 13 നേതാക്കളുടെ പേരാണ് പ്രസിദ്ധീകരിച്ചത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇറാന് നേരെ നടന്ന ആക്രമണങ്ങളിൽ അപലപിക്കാത്തതിലുള്ള അമർഷമാണ് യൂറോപ്യൻ നേതാക്കളുടെ പേര് ഉൾപ്പെടുത്താനുള്ള കാരണം. നിയമപ്രകാരം അനുവദനീയമായ ഏറ്റവും പുതിയ തീയതിയായ ഒക്ടോബർ 27-ന് ഇസ്രായേൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസഖ്യം ഞായറാഴ്ച സ്ഥിരീകരിച്ചു. നിലവിലെ സർക്കാർ മുഴുവൻ കാലാവധിയും ഭരിക്കുമെന്നാണ് ഇറാൻ, ലെബനൻ, ഗാസ എന്നിവയുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് നെതന്യാഹുവിന് നിർണായകമാകും. 2023 ഒക്ടോബർ 7-ന് ഗാസയിൽ യുദ്ധത്തിന് തുടക്കമിട്ട ഹമാസ് ആക്രമണത്തിന് 3 വർഷത്തിലേറെ കഴിഞ്ഞാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ആക്രമണത്തിന് മുന്നോടിയായി ഇന്റലിജൻസ് സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായതിന് നെതന്യാഹു പൊതുജനങ്ങളുടെ പ്രതിഷേധം നേരിട്ടിരുന്നു. ആ ദിവസത്തെ ആഘാതം ഇപ്പോഴും ഇസ്രായേലി രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഗാസ, ലെബനൻ, അടുത്തിടെ ഇറാൻ എന്നിവിടങ്ങളിൽ തുടർച്ചയായ സംഘർഷങ്ങളിലേക്ക് രാജ്യം വലിച്ചിഴക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ദേശീയ തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.